ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് അയക്കൂറ ഫ്രൈ ആണ് കേട്ടോ. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്ക് വീട്ടിൽ തന്നെ അയക്കൂറ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്ക് അതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, കുറച്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ തന്നെ ഒരു 10-20 ചെറിയ ഉള്ളി കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ്. 1.5 ടീസ്പൂൺ മുളക് പൊടി ഞാനിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് കുറച്ച് വിനാഗിരിയാണ്. വിനാഗിരി ഇല്ലെങ്കിൽ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഇതിലേക്ക് 1.5 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ അയക്കൂറയുടെ കഷ്ണങ്ങളാണ്. ചിലരിതിന് നെയ്മീൻ എന്ന് പറയും. ഈ മസാല ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് പരട്ടി കൊടുക്കുക കേട്ടോ. അതുപോലെ എല്ലാത്തിൻ്റെ മേലെ ഞാൻ കുറച്ചാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി മസാല നമുക്ക് 2 വശം ഒരുപോലെ മസാല പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. അതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇപ്പോൾ മീൻ 2 വശം ഒരുപോലെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് അപ്പം തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി കുറച്ച് മസാല ബാക്കി വന്നിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ആവശ്യമുണ്ട്. അതിന് മുന്നേ നമ്മളൊരു പാൻ ചൂടാക്കി അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ മുഴുവനായി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഈ എണ്ണയിൽ തന്നെ മസാല ഒന്ന് നേരത്തെ ബാക്കി വന്ന മസാല എല്ലാം ഇതിലിട്ടിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ. എണ്ണ അധികം ഉണ്ടെങ്കിൽ കുറച്ച് കോരി മാറ്റിയതിന് ശേഷം വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ ബാക്കി വന്ന മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 2 മിനിറ്റ് നമുക്ക് ചെറു തീയിൽ, കരിഞ്ഞു പോകരുത് കേട്ടോ, ചെറു തീയിൽ ഒന്ന് ചൂടാക്കി എടുക്കണം.
അപ്പോൾ അതാ 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഇതാ അയക്കൂറയുടെ കഷ്ണങ്ങൾ ഇതാ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഒരു വശം 2 മിനിറ്റ് വേവിച്ചെടുത്തതിന് ശേഷം ഇതാ മറുവശം ഇതുപോലെ ഇട്ടിട്ടൊന്ന് 2 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മൾ അയക്കൂറ റെഡി ആയിട്ടുണ്ടാവും. നല്ല ടേസ്റ്റാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ ചെന്നാൽ കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെയാണ് കേട്ടോ ഞാനിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതാ 2 വശവും ഒരുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം കേട്ടോ. താങ്ക് യു.